ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി വിളവെടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കോവൽ പറിക്കാം. ഇഷ്ടം പോലെ കോവലുണ്ട്, നല്ല വലിപ്പമുള്ള കോവലാട്ടോ. കോവലാണ് നമുക്ക് കൂടുതൽ പറിക്കാനുള്ളത്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ കാണിച്ചു കൊടുക്ക്. എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് കോവലുണ്ട്. ഒരു തലക്കം തന്നെ അങ്ങനെ പറിച്ചു തുടങ്ങാം. നമ്മൾ ഇതിനിടയ്ക്ക് കോവലിന്റെ വള്ളിയൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക, പുതിയത് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് നിർത്തിയായിരുന്നു. പക്ഷെ കായ്കൾ കൂടുതലും നമുക്ക് വേനലിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഇനി മഴ അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോവലിന്റെ വള്ളിയൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കോവല് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കണം. അധികം മൂക്കാൻ വെക്കരുത്, എന്നാൽ മാത്രം വേഗം ഇത് ഉണ്ടായി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഏത് സാധനം അങ്ങനെ തന്നെ, ചെടിയിൽ നിർത്തി കഴിഞ്ഞാൽ പുതിയത് ഉണ്ടാവൽ കുറയും. നല്ല ഇളയ കോവലാട്ടോ. ഈ ഒരു പരുവത്തിന് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കോവൽ പറിച്ചു കഴിഞ്ഞ് പന്തലിന്റെ അടിയിൽ നമ്മൾ ഗ്രോ ബാഗിൽ കണ്ടില്ല കുറ്റി ബീൻസ് തട്ടെ, അപ്പൊ അതിലും കുറച്ച് ബീൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പറിച്ചെടുക്കാം. ബീൻസ് ഇപ്പൊ 2-3 വട്ടം നമ്മൾ വിളവെടുത്തിട്ടോ. നല്ല ഇളയ ബീൻസ് തന്നെ. ഇന്നലെ നല്ല മഴ പെയ്തിട്ടോ. മഴ പെയ്തിട്ട് നമ്മൾ തക്കാളി നട്ടിട്ടുണ്ട്. പുതിയ തക്കാളി നട്ടൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നിർത്തി കെട്ടി കൊടുക്കണം. പ്രതീക്ഷിക്കാതെ മഴ വന്നു. നമ്മൾ തക്കാളി ഒന്ന് കെട്ടി കൊടുക്കാന്ന് വെച്ച് സെറ്റാക്കാന്ന് വെച്ച് നിന്നപ്പോഴാണ് ബീൻസ് ഇന്നലെ ഉപ്പേരിക്ക് കുറച്ച് പറിച്ചതാട്ടോ. ഉള്ളത് നോക്കിയിട്ട് വേഗം മൂത്തു. നമ്മൾ ഇന്നലെ ജർജീറിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ജർജീറിന്റെ തൈകളൊക്കെ കണ്ടിട്ട് കുറെ കമന്റ് വന്നു. നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതിന്റെ ഇലകളൊക്കെ നുള്ളിയെടുക്കേണ്ടത്, ഓർ മൂത്ത് കഴിഞ്ഞാൽ ഇത് പൂത്തു പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി ശ്രദ്ധിക്കാം. കറക്റ്റ് ഈ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇലകളൊക്കെ നുള്ളിയെടുക്കാം. നമുക്കറിയില്ലല്ലോ ഇത് എങ്ങനെയാണെന്നൊക്കെ. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണ്. പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ. ജർജീറിനെ പറ്റി കുറെ ആളുകൾക്ക് അറിയാം. ഈ ഗൾഫിലൊക്കെ ഇത് അധികം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇത്രയും ബീൻസ് കിട്ടി. ഇനി നമുക്ക് തൊട്ടടുത്ത് കാണിച്ചു കൊടുക്കുക. വെണ്ട നട്ടിട്ടുണ്ട്. വെണ്ടേന്റെ പിന്നെ ആദ്യ വിളവെടുപ്പും കൂടെ ഇട്ടെന്ന്. അപ്പൊ കുറച്ച് വെണ്ടയും ഇതുപോലെ വേഗം മൂത്തു പോകും. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെണ്ടയും പറിച്ചെടുക്കാം. വെണ്ടേന്റെ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങോട്ടൊക്കെ നല്ല മഞ്ഞ പൂവ്. ഒന്ന് ഇതിലെ സ്ഥലക്കുറവുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിച്ച് ചട്ടിയും ഇതൊക്കെ വെച്ചു കൊടുത്തോണ്ട്. അപ്പൊ ആദ്യത്തെ വെണ്ട വിളവെടുക്കാം കേട്ടോ. അതിനാണ് കത്രിക എടുത്തത്. കത്രിക നല്ല മുറിച്ച പെട്ടെന്ന് മുറിയുണ്ട്. ദിയമോള് കളിക്കാൻ എടുക്കുന്ന കത്രിക. ഓ നല്ല മുറിച്ചേട്ടോ. നല്ല സൂപ്പർ വെണ്ട അല്ലേ. വെണ്ടയ്ക്കൊക്കെ ഒരു ബെൻഡൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഈച്ച കുത്തുന്നതായിരിക്കും. ഇത് അവിടെ നോക്ക്. വെണ്ട നോക്കുമ്പോൾ ഇതെങ്ങനെ നോക്കണം കേട്ടോ. ഇതുപോലെ പൊട്ടണം തലപ്പ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വെണ്ട വാങ്ങിക്കുമ്പോൾ ഈ തലപ്പ് പൊട്ടിച്ച് വെക്കണം. അപ്പോൾ നല്ല ഇളയതാണ് ഈ ഒറ്റ പൊട്ട് പൊട്ടും. മറ്റേത് ചതയേ ഉള്ളൂ. അതെനിക്ക് ആര് പറഞ്ഞു തന്നാലും ഞങ്ങളെ വെല്ലിപ്പ പറഞ്ഞു തന്നതാ. വെല്ലിപ്പ വെണ്ടയൊക്കെ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ വിടുമ്പോഴൊക്കെ, അന്ന് നമ്മളങ്ങനെ ചെയ്യലില്ലല്ലോ, വിടുന്ന സമയത്ത് പറയും വെണ്ടന്റെ മൂപ്പ് നോക്കണം. വെല്ലിപ്പാക്ക് വെണ്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. വെണ്ട ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം എന്ന് പറയും. വെണ്ട അതന്നെ ഉള്ളൂ. ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. ഇവിടം വരെ വെണ്ട ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാത്തിലും ആയി വരുന്നുള്ളൂ. അങ്ങോട്ടുണ്ട് ഇനി മൂത്ത. ഇത് പറിക്കാം അല്ലേ. ഇതൊക്കെ ഇനി വളഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്. നിർത്തിയ മൂക്കും ചെയ്യും. പിന്നെ ഇതൊന്നും ഇനി ഈച്ച കുത്തിയതുകൊണ്ട് റെഡിയായി കിട്ടൂല. ഈ ഒരു സമയത്താണെങ്കിൽ പുഴുവിന്റെ ശല്യം, ഈച്ചയുടെ ശല്യമൊക്കെ കൂടുതലാട്ടോ. വേനലിൽ കൂടി. നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് ശീതകാല പച്ചക്കറികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന പച്ചക്കറികൾക്കൊക്കെ രോഗം കൂടുതലാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വഴുതന പറിക്കാണ്ട്. ഇതൊക്കെ ഇവിടെ വെക്കാം കേട്ടോ. ഇവിടെ നമുക്ക് വഴുതന പറിക്കാനുള്ളത്. കണ്ടില്ല വഴുതന ഇവിടെ ഉണ്ട്. അങ്ങോട്ടൊക്കെ അല്ലേ, ഇവിടെ അങ്ങനെ കാണുമെന്ന് അറിയില്ല. ആ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് മുകളിൽ കണ്ട പന്തലിട്ടിട്ട് നിത്യവഴുതനയുണ്ട്. നിത്യവഴുതനൊക്കെ വള്ളിയൊക്കെ ഒരു സ്ഥലത്തായി പോയി.
നമ്മളിത് പടത്താൻ വേണ്ടിയിട്ട് മുളേന്റെ ഒരു കമ്പ് വെച്ചു കൊടുത്തതാ. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഇപ്പോഴാണിത് നെറ്റിലേക്ക് ഇങ്ങനെ പടർന്നു വരുന്നത്. അപ്പൊ എല്ലാം ഒരു സൈഡിൽ അങ്ങനെ കൂട്ടം കൂടി പോയി. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നിത്യവഴുതന്റെ പൂ ഇങ്ങനെ കാണാലോ, റോസ് പൂവ്, റോസ് അല്ല വയലറ്റ് പൂവ്. അതാ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അത് കായ്ത സെറ്റായി വരുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നിത്യവഴുതന ആയി വരുന്നുണ്ട്. അതും ഇതേപോലെ ഇനി മൂത്തു. നമുക്ക് എന്തായാലും പറിക്കാനായിട്ടില്ല. വഴുതന പറിക്കാം. നിങ്ങളെ നല്ല വലുപ്പമുള്ള വഴുതന. വഴുതനൊക്കെ ഞാനേ കത്തി എടുത്തിട്ട് വരാം. ബിയമ്മോളെ കത്രിക ശരിയാവില്ല. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വഴുതന ഉണ്ട് കേട്ടോ. ഇതിന്റെ അടിഭാഗത്ത് ചീര ഉള്ളത് കൊണ്ടേ എല്ലായിടത്തും നമുക്ക് 3-4 ഐറ്റം ഉണ്ടാവും ഒരു സ്ഥലത്ത്. ഇവിടെ അടിയിലൊക്കെ ചീര പടുമുളായിട്ടുണ്ടായത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം പറിക്കാനായിട്ട്. വഴുതന എല്ലാം പൊന്തി വന്നിട്ട് നമ്മുടെ മുകളിൽ പന്തലിട്ട് നെറ്റിൽ തട്ടിയിട്ടുണ്ട്. നോക്ക്, ഇപ്പൊ കുറച്ച് ഇങ്ങനെ വലുതാവാൻ നിൽക്കുന്നുണ്ട്. ആവശ്യക്കാർ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇടയിൽ പറിക്കും. ശരിക്കും ഇതിന്റെ വലുപ്പം എത്രയൊക്കെ ഉണ്ടാവില്ല. ഇതിന്റെ ഇടയ്ക്കൊക്കെ വെച്ചാൽ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് എല്ലാം വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വഴുതന അധികം മൂപ്പായിട്ടുണ്ടാവില്ല. എന്നാലും പറയും അതൊക്കെ അവർ എടുക്കാൻ പറയും. നമ്മൾ വഴുതന പറിച്ചു കഴിഞ്ഞ് ഇനി നമുക്കിതാ പച്ചമുളക് പറിക്കാം കേട്ടോ. നമ്മളെല്ലാം കുറച്ച് കാണിക്കുന്നുണ്ട് വെച്ചാൽ നമുക്ക് എല്ലാ വിളവെടുപ്പും കൂടെ കാണിക്കാനാണ്. നമ്മൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. ഈ പച്ചമുളക് ഏതാ അറിയാം, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഏകദേശം വിളവൊക്കെ ആയി കഴിഞ്ഞ പച്ചമുളക് എന്ന് പറഞ്ഞിരുന്നു. വിളവെടുപ്പൊക്കെ കഴിയാനായി ഞാൻ പച്ചമുളക് ഇതാ മഴ ചെയ്തപ്പം ഇവിടെ കാണിച്ചപ്പോൾ എല്ലാം നല്ല പുതിയ ഇലയൊക്കെ വന്നിട്ടോ, നല്ല തേപ്പൊക്കെ പൊട്ടി സെറ്റായി വന്നിട്ടുണ്ട്. ഇതന്നെ നിർത്താം. കുറച്ചൊക്കെ നമ്മളന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നിട്ട് അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വീണ്ടും ഇഷ്ടം പോലെ പച്ചമുളക്. ഇതിലൊക്കെ നോക്ക്, ചെറിയ ചെടിയാണെങ്കിലും മുളക് ഇഷ്ടം പോലെ ഉണ്ട്. കുറെ പഴുത്തതും ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഉണ്ടോ പഴുത്തതും പച്ചയും. പഴുത്തതൊക്കെ നമ്മൾ ഉണക്കുന്ന മുളകിലേക്ക് കൂട്ടും. നമ്മൾ ആദ്യം ഉണക്കിയത് പൊടിച്ചിട്ടോ, നമ്മളിതിൻ്റെ ഇടയ്ക്ക് പഴുത്ത മുളക് പറിക്കുന്നത് കാണിച്ചില്ലേന്നോ, അതൊക്കെ നമ്മൾ പൊടിയാക്കി. ചില 2 ഐറ്റം മുളകുണ്ട്. നമുക്ക് ഒന്നിൽ എരിവ് കൂടുതലും ഒന്നിൽ എരിവ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള എരിവായി കിട്ടി. എന്നിട്ട് ഇങ്ങനത്തെ മുളകൊക്കെ നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില നല്ല എരിവ് കൂടുതലായിരിക്കും. മുളക് പൊടി നമുക്ക് കറിയിലിട്ടാൽ ഭയങ്കര കുത്തലായിരിക്കും. അപ്പം അത് മാറി കിട്ടി 2 ഐറ്റം ആയതുകൊണ്ട്. അത് നമ്മൾ രണ്ടാമത്തെ ഐറ്റം മുളക് അവിടെ നിന്ന് കാണിച്ചു കൊടുക്ക്. ഇത് കണ്ടോ, ഭയങ്കര നീട്ടായിരിക്കും മുളക്. ഇതാ കളറും കുറച്ചുകൂടെ പച്ചപ്പ് കുറവ്, ഒരു ലൈറ്റ് പച്ച അല്ലേ. ഒരു മുളകിന്റെ വലിപ്പം നോക്ക്, ഇതുപോലെയായിരിക്കും. പൈര് മൂത്തുണ്ട്. അതൊരു നമുക്കൊരു ഇതാല്ലേ, കറക്റ്റ് മുളക് കൃഷി ചെയ്യുമ്പോൾ 2 ഐറ്റം കൂടി ചെയ്യുക. കുറച്ച് എരിവുള്ളതും കുറച്ച് എരിവില്ലാത്തതും ചെയ്താൽ നമുക്ക് ഡിമാൻഡ് കുറവുള്ള സമയമൊക്കെ ഉണ്ടാവും. പിന്നെ കുറേയൊക്കെ വിളവെടുത്ത് കഴിയുമ്പോൾ പഴുത്തൊക്കെ പോകും. അപ്പോൾ പൊടിയാക്കുമ്പോൾ കറക്റ്റായിട്ട് എരിവ് പാകത്തിന് കിട്ടാൻ ഇങ്ങനെ രണ്ടും ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇത്ര മുളകായപ്പോൾ തന്നെ ഒരു പിടി മുളകായി. നമ്മൾ അന്ന് നിർത്തിയതിൽ കുറച്ച് നൂൽക്കോൽ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ചൈനീസ് കാബേജും ഉണ്ട്. ഇപ്പൊ അന്നത്തേലും കണ്ടോ നൂൽക്കോല് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ചൂട് കൂടുതലായതുകൊണ്ട് ഇതൊന്നും ഇനി ഓവർ നിർത്താൻ പറ്റൂല. പക്ഷെ നമ്മൾ നനച്ചു കൊടുക്കുന്നതുകൊണ്ടും ഇടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ടും ചൂടൊരു പ്രശ്നമില്ല തോന്നുന്നു കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ നൂൽക്കോൽ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും തണുപ്പിനുണ്ടാണ്ട് സാധനം. എന്താ ചെറുത് ഇനി ആവും നോക്ക്. ഇതിലൊക്കെ ആവുന്നുണ്ടല്ലേ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി ഇവിടെ വലിപ്പം ഇത് നല്ല വലിപ്പമായതല്ലേ. ഇത് വിണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഉള്ളിലേക്ക് കേടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വിണ്ടു പോകും. അത് സീസണിലും സംഭവിക്കലുണ്ട് കേട്ടോ. ചിലവർക്കൊന്നും ഈ നൂൽക്കോൾ എന്താണെന്ന് അറിയില്ല. നമ്മൾ വീഡിയോ ഇട്ടപ്പോഴൊക്കെ കമന്റ് വന്നിരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്.
അറിയുന്നവരാണെങ്കിൽ പറയും, ചിലവരൊക്കെ പറയുന്നുണ്ട് ഇതിന് ടേസ്റ്റ് കുറവാണ്, പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പേരി വെച്ചിട്ടൊക്കെ ഉപ്പേരിയും വെക്കാം, നമുക്ക് മറ്റു കറികളുടെ കൂടെ ഇടാം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇറച്ചിയിലൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നൂൽക്കോൽ ഇട്ടാലും രസമുണ്ട്. ഇനി ഇതെവിടെ നമുക്ക് ചൈനീസ് കേബേജ് ഉണ്ട്. ചൈനീസ് കേബേജ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം വിരിഞ്ഞ് വരികയാണ്, കൂടുന്നില്ല. ഇത് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ പറിക്കില്ല, സാലഡിന് വേണ്ടിയിട്ട്. നമ്മളിത് അധികം കൊടുത്തതേ മന്തിയിലും ബർഗറിലൊക്കെ ഇടാനാണ്. അങ്ങനത്തെ ആളുകളാണ് അധികം കൂടുതൽ വാങ്ങിച്ചിട്ടില്ല നമ്മുടെ അടുത്ത്. അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാനൊന്നുമില്ല. ഇതുണ്ടില്ലേ, ഓക്കെ വിരിഞ്ഞാണ് വരുന്നത്. നമ്മൾ ഏതായാലും 2 അതും പറിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിളവെടുപ്പ് കഴിഞ്ഞ് ചീര പിന്നെ നേരത്തെ ഉമ്മ മുറിച്ച് വെച്ചതാ കേട്ടോ. അത് രാവിലെ തന്നെ ചെയ്തില്ലേ, വാടിപ്പോപ്പ് കണ്ട ചീര ഇത്രയും സമയമായിട്ട് നല്ല ഫ്രഷിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം. നമ്മളെ ചൈനീസ് കാബേജ് 2 നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നൂൽക്കോൽ കേട്ടോ. നൂൽക്കോലിന്റെ ഇലയും നമുക്ക് ഉപ്പേരി വെക്കാം, നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയാണ് നൂൽക്കോൽ. ഈ സമയത്തൊക്കെ ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ കേട്ടോ. നമ്മുടെ തണുപ്പൊക്കെ മാറിയിട്ടും. പിന്നെ പച്ചമുളക് ഇതാ പഴുത്തതുണ്ട്. പഴുത്തതൊക്കെ ഇതുപോലത്തെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഉണക്കിയിട്ട് നമ്മൾ മുളക് പൊടി ആക്കുന്നതിൽ എടുക്കും. പിന്നെ പച്ചയുണ്ട്. ബീൻസും വെണ്ടയും കുറവാണ്, എന്നാലും ഒരു ഉപ്പേരിക്കുള്ളതോ അല്ലെങ്കിൽ നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ അതിലൊക്കെ ഇടാനുള്ള കറക്റ്റ് പാകത്തിനുള്ള വെണ്ടയും ബീൻസും ഉണ്ട്. ഇതാ വഴുതന നമ്മൾ ആവശ്യത്തിനെ പറിച്ചിട്ടുള്ളൂ. ഇനി വഴുതന നമുക്ക് ആയി വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഉള്ളത് നമുക്ക് ഇതാ കോവലാട്ടോ. ഒരു കൊട്ട കോവലുണ്ട്. കോവൽ കുറച്ച് സമയം എടുത്താണ് പറിച്ചത്. ഇനി നമുക്ക് ഇളയതൊക്കെ ഉള്ളത്, ഒരുവിധം മൂപ്പായത പാകമായതൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. കോവൽ കാണുമ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നുന്നു. ഇളയതായതുകൊണ്ട് അല്ല അടിപൊളി കഴിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമ്മൾ ഇന്ന് വിളവെടുത്തത്. ഇതുപോലെ നമുക്ക് 4-5 ഐറ്റം ഒക്കെ ഒരു 1-2 വിളവെടുക്കാനുണ്ടാവും. ഇപ്പൊ കുറച്ച് പച്ചക്കറി കുറവാണ്, നമ്മൾ വേഗം പുതിയ പച്ചക്കറിയൊക്കെ നട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് സാമ്പാർ വെക്കണമെങ്കിലൊക്കെ ഇതുപോലെ ഇതിലും കുറച്ചും കൂടെ ഐറ്റം നമുക്ക് ഇതിൽ വരാനുണ്ട്. അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറി ഞങ്ങളടുത്ത് ഡെയിലി ഉണ്ടാവും.